ഒക്ടോബർ 28. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ 2 പേരായ ശമയോന്റെയും യൂദായുടെയും തിരുനാള് സംയുക്തമായി സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ശമയോനെ സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്നത് തീക്ഷ്ണവാനായ ശമയോൻ എന്ന രീതിയിലാണ്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ തീക്ഷ്ണമതികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരുടെ പ്രത്യേക ഉദ്ദേശം യഹൂദ സംസ്കാരവും പാരമ്പര്യവും അന്യൂനമായി കാത്തുപാലിക്കുക എന്നുള്ളതായിരുന്നു അവരുടേതായിട്ടുള്ള ഉദ്ദേശം. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശമയോൻ. ആ ഗ്രൂപ്പിൽ നിന്ന് യേശു തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നത് തന്നെ അക്കാലത്തെ ആ നാട്ടിലെ അതിബൃഹത്തായ വിപ്ലവത്തിന്റെ ഒരു നാന്ദി അതിൽ നമുക്ക് കണ്ടെത്താനാകാം. യേശു വളരെ ബോധപൂർവമായിരിക്കണം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടത് കാണുക. അതിനുള്ള ഒന്നാന്തരം തെളിവാണ് ഈ തീക്ഷ്ണമതികളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തിയെ യേശു തന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് തിരഞ്ഞെടുത്തതായിട്ട് നാം കാണുക. എന്നാൽ ഈ ശമയോനെ സംബന്ധിച്ച് നീണ്ട പരാമർശങ്ങളൊന്നും സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല. തീക്ഷ്ണമതിയായ ശമയോൻ എന്നതിൽ ഉപരിയായി മറ്റൊന്നും നമുക്ക് ലഭ്യമല്ല. ശമയോനെ പറ്റിയുള്ള അറിവ് മറ്റൊരു ശിഷ്യനാണ് യൂദ. യൂദയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന അവസരത്തില് യൂദ സ്കറിയാത്തെ അല്ല എന്ന് ആവർത്തിച്ച് സുവിശേഷത്തിൽ കാണുന്നു. അപ്പൊ യൂദ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രബലമായിട്ടുള്ള ഒരു പേര് യൂദാസ് കറിയാത്തയുടെ ആയിരുന്നിരിക്കണം. അതുകൊണ്ടും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്ന കൂട്ടത്തിൽ യൂദാസ് കറിയാത്തി അല്ല, യൂദ തദേവൂസ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. യേശുവിന്റെ തന്നെ അമ്മ വഴിക്കുള്ള ഒരു സഹോദരനായിട്ട് വരും യൂദ. ശിഷ്യന്മാരിൽ തന്നെ ഉള്ള ചെറിയ യാക്കോബിന്റെ ഇളയ സഹോദരനാണ് യൂദ എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവ്. ശാലോമിയുടെയും ക്ലെയോപാസിന്റെയും പുത്രനായിട്ടാണ് യൂദായ രംഗപ്രവേശം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ തന്നെ കളിക്കൂട്ടുകാരായിരിക്കണം ഇവര്. അങ്ങനെ ആ യൂദായെ സംബന്ധിച്ചിടത്തോളം വലിയ പരാമർശങ്ങളും മറ്റ് നീണ്ട വിവരണങ്ങളും സുവിശേഷത്തിൽ നിന്ന് ലഭ്യമല്ല. എന്ന് വരികിലും യൂദ സാർവത്രിക സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയതും ആ എഴുതിയ ലേഖനം ഇന്നും വിശ്വാസത്തിന്റെ ഭാഗമെന്ന നിലയിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകം, ദൈവവചനം എന്ന രീതിയിൽ ഇന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. യൂദായുടെ ലേഖനം. എന്നാൽ യൂദ ഒരിക്കൽ ഒരു പരാമർശം സുവിശേഷത്തിൽ യേശുവായിട്ട് നടത്തിയതായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് യേശുവിൻ്റെതായിട്ടുള്ള പ്രബോധനങ്ങള് ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ മാത്രം ഇടവരുന്നത് എന്നതാണ് ആ സംശയം. ആ സംശയം നിവാരണവും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ യൂദായുടെയും ശമയോന്റെയും തിരുനാള് എന്തുകൊണ്ടാണ് സംയുക്തമായിട്ട് സഭ ആഘോഷിക്കാൻ ഇന്ന് ഇടവരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രണ്ടുപേരും വളരെ വലിയ പരാമർശങ്ങളൊന്നും സുവിശേഷത്തിൽ കാണുന്നില്ല എന്നുവരികിലും രക്തസാക്ഷികളായിട്ട് മരിച്ച് തങ്ങളുടേതായിട്ട് വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് സഭയിൽ നിന്ന് ഇന്ന് ലഭ്യമായിരിക്കുന്ന അറിവ്. ഇവരുടെ രണ്ടുപേരുടെയും വിശ്വാസം സജീവമായിരുന്നു, തീവ്രമായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആ വിശ്വാസം. യൂദായെ പറ്റിയിട്ട് ഇന്നത്തെ മനുഷ്യർ കരുതുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന രീതിയിൽ ആണ് യൂദ അറിയപ്പെടുന്നത്. അതൊരു പോപ്പുലർ ആയിട്ടുള്ള ജനകീയമായിട്ടുള്ള ഒരു വ്യക്തി എന്നത് ആയിരിക്കാം അതിന്റെ കാരണം. എന്തെങ്കിലും ആകട്ടെ, 2 ശിഷ്യന്മാരായിട്ടുള്ള ശമയോന്റെയും യൂദായുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.